എൻഡിഎക്ക് മുൻതൂക്കമെന്ന പ്രീപോൾ സർവേ സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി സ്ഥാനാർത്ഥി ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു. സംഭവം ഗൌരവതരമാണെന്നാണ് കമ്മീഷൻ നിരീക്ഷിച്ചത്. സൈബർ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീലേഖ പിൻവലിച്ചു. വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, ഒരു IPS പദവിയിലൊക്കെ ഇരുന്ന വ്യക്തിയാണ് ശ്രീലേഖ. ചട്ടങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് അവർ എന്നർത്ഥം. അങ്ങനെയുള്ള ആളിൽ നിന്നാണ് ഇത്തരത്തിലൊരു ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയാണ് അവർക്കെതിരെ സ്വീകരിക്കാൻ പോകുന്നത്? നൗഫൽ, തീർച്ചയായും നൗഫൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് ഒരു IPS ഉദ്യോഗസ്ഥയായി റിട്ടയർ ചെയ്ത ആളാണ് ശ്രീലേഖ. ശ്രീലേഖയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമായ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ. ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭൂരിപക്ഷം നേടും എന്നുള്ള ഒരു സ്വകാര്യ ഓൺലൈൻ ചാനൽ നടത്തിയ സർവേ ആണ്. ആ സർവേയുടെ കാർഡ് ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ആണ് വലിയ വിവാദമാവുകയും ചട്ടലംഘനമായി കണക്കാക്കുകയും ഒക്കെ ചെയ്തത്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും ഇത് ചട്ടലംഘനമാണ് എന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിനോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈബർ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി ഉണ്ടാകും. ഒരുപക്ഷെ വിജയിക്കുകയാണെങ്കിൽ അയോഗ്യത കൽപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാരണങ്ങളാകാവുന്ന തരത്തിലുള്ള ചട്ടലംഘനമാണ് നിലവിൽ ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ സൈബർ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് വിവാദമായതോടെ ശ്രീലേഖ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ ഡിലീറ്റ് ചെയ്തത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഉടനടി റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിലുള്ള തുടർ നടപടി എന്താണോ സ്വീകരിക്കേണ്ടത് ആ തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും കാണാൻ പോകുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റ് നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോയാൽ നിയമം അറിയുന്ന, ചട്ടങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയായ ഒരാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ പറയുന്നത് അത് സ്ഥാനാർത്ഥിയായ ആൾക്ക് പ്രീപോൾ സർവേ അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, അത് പുറത്തുവരാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട പ്രചരണം നടത്താൻ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടമുള്ളത്. അത് പൂർണ്ണമായും ലംഘിക്കുന്ന നിലയിലാണ് ഒരു ഓൺലൈൻ ചാനൽ നടത്തിയ സർവേ ഫലം. ആ സർവേ ഫലം അത് NDA വിജയം നേടും എന്ന് കാണിച്ചുകൊണ്ട് ശ്രീലേഖ പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെയാണ് നിലവിൽ LDF ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ കണ്ട V ശിവൻകുട്ടിയും ശ്രീലേഖയ്ക്കെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ചട്ടലംഘനം നടത്തിയെന്ന് എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രാഥമികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിലേക്ക്, നടപടിയിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരിക്കുന്നു. നൗഫൽ, ശ്രീലേഖ പോസ്റ്റ് ചെയ്തത് പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലോടുകൂടി. അതായത് ഒരു സ്വകാര്യ ഓൺലൈൻ ചാനൽ നടത്തിയ പ്രീപോൾ സർവേ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചത്.